മനസ്സിലായില്ലല്ലേ എന്നെ? ഞാൻ പൃഥ്വിരാജ് ബുദ്ധ സിനിമ. ഇപ്പൊ മനസ്സിലായോ? ആരാത്? ഡബിളാ ഡബിൾ. അതെ വരുന്നേ. എന്നാ നിങ്ങളുടെ ഡബിൾ ഓംലേറ്റ്. നീ എന്നെ കുരേറ്റി കൊല്ലുവാടി. നിങ്ങളല്ലേ പറഞ്ഞ ഡബിളാന്ന്? ദേ നിങ്ങളുടെ ഈ ഒടുക്കത്തെ ഡബിൾ പറിച്ചത് കാരണം ഒരു മുട്ട ഇട്ടോണ്ടിരുന്ന കോഴീനെ ഞാനിപ്പോ നിർബന്ധിപ്പിച്ച് 2 മുട്ട ഇടിക്കുക. ഞാൻ ഒരു കാര്യം നേടണം ആഗ്രഹിച്ചാൽ അത് നേടിയിരിക്കും. അതാണ് ഈ ഡബിൾ മോഹനൻ. ആക്ഷൻ അല്ലേ ഇതാ പ്രശ്നം. യൂട്യൂബ് വൈഡ് റീൽസും ഒക്കെ കണ്ടുപിടിച്ചെന്നെ തല്ലി കൊല്ലണം. ഇപ്പൊ ഒരു സാധനം കോപ്പി അടിക്കാൻ പറ്റുന്നില്ലെന്നേ. ആ സെക്കൻഡ് തന്നെ കണ്ടുപിടിക്കുക. ഒരു കാര്യം അറിയോ? എന്നോട് ആരെങ്കിലും നീ ആരാന്ന് ചോദിച്ചാ ഞാൻ എന്റെ ബന്ധുക്കളുടെ പേരൊന്നും ചേർത്ത് പറയാറില്ല. ഡബിൾ മോഹനന്റെ പേര് ചേർത്താ പറയാറ്. അതെന്റെ കാര്യം കൊണ്ടല്ലോ, നിന്റെ ബന്ധുക്കളുടെ കരുവേടുകൊണ്ടാ. അല്ല നിങ്ങൾ ആ ചന്ദനം മുറിക്കാൻ പോയിട്ട് എന്തായി? ഞാൻ ചന്ദനം മുറിക്കാൻ പോയി നോക്കിയപ്പോൾ കാട്ടിന്റെ നടുവിൽ 7 ആന. ഞാൻ ഒറ്റയ്ക്ക്. 7 ആനയോ? അല്ല 6 ആന. 6 ആനയോ? ഞാൻ എത്രണ്ണത്തിനെ പറഞ്ഞാ നീ വിശ്വസിക്കോ? ഒക്കെ ആണെങ്കിൽ ഓക്കെ. എങ്കിൽ ഒരു ആന മുണ്ടും പൊക്കി ഒറ്റ ചാട്ടം. എന്നിട്ട് ആനയുടെ മസ്തകത്തിലോട്ട് ഒരൊറ്റ വെടി. എവിടേക്ക് വെടി വെച്ചെന്ന്? മസ്തകത്തിലോട്ട്. പുസ്തകത്തിലോട്ട്. ആനന്റെ നെറ്റിലോട്ടൊരു വെടി. നോക്കുമ്പോൾ നെറ്റിൽ ചുവന്ന പാടുമായിട്ട് ആന കവിയൂർ പൊന്നമായിട്ട് അങ്ങ് നിൽക്കുക. പെട്ടെന്ന് ആന എന്നും പറഞ്ഞങ്ങാട്ട് വീണ്. എന്ന് വെച്ചാൽ എന്തുവാ? എന്നാലും നീ ഇത് എന്നോട് ചെയ്തല്ലോടാ മോഹനാന്ന്. ആന ചത്തെന്ന് ഉറപ്പത്തിയ ശേഷം ഞാൻ അതിന്റെ കൊമ്പൽ ചൂരി. അതെന്തിനാ മോഹനൻ കൊമ്പ് വരെ ചൂരിയത്? പിന്നെ ആന ഒരു തരോ? ഊരിയതും ഫോറസ്റ്റ് ഇറങ്ങി വരുക. കൊമ്പിന്റെ അകത്തുനിന്നോ? അല്ല കാട്ടിന്റെ അകത്ത്. അവരെന്നോട് ചോദിക്കുവോ എന്തുവാടാ നിന്റെ കയ്യിലെന്ന്. എന്നിട്ട് നിങ്ങൾ എന്താ പറഞ്ഞത്? ഗൾഫിന്ന് മാമൻ കൊണ്ടുവന്ന വലിയ സിഗരറ്റ് കത്തിക്കാൻ സാറേ. എന്നിട്ട് ഇത്ര ഉള്ളു. അല്ല ബാക്കി കൂടെ പറ. പിന്നെ ഇത്ര ഉണ്ടാക്കി പറയാനാവട്ടെ അറിയാം. അവിടെ നിന്ന് വരണ വരവാ ഇത്. അല്ല ഇതെന്താ മോഹനന്റെ നെറ്റിയിലൊരു പാട്? എല്ലാം ചന്ദനം തന്നതോ. ഓ ചന്ദനം മോഷ്ടിക്കാൻ പോയപ്പോ പോലീസ് വെടിവെച്ചതായിരിക്കും അല്ലേ? ഇന്നലെ നെറ്റിയിൽ പെരട്ടിയ ചന്ദനം ഒറിജിനൽ അല്ല, കെമിക്കലാ. അപ്പൊ പൊള്ളിയതാ. എന്താ മോഹനന്റെ പ്ലാൻ? വലിയ പ്ലാൻ ഒന്നും ഇല്ല. ഒരു ക്രീം അഞ്ച് വെട്ടിയാ മതി, അത് വെക്കോളും. എന്റെ മോഹന അതല്ല, ചന്ദനം കടത്തുന്നതിനെ കുറിച്ചുള്ള പ്ലാൻ എന്താന്ന്? എന്നെ പഠിപ്പിച്ച സാറിന്റെ വീട്ടിന്റെ മുറ്റത്ത് ഒരു ചന്ദനമരം ഉണ്ട്, വിലയില്ലാത്ത മുട്ട. ഓ വിലായത്ത് മുട്ട. അതെന്തായാലും ശരി, ഞാനത് കുറെ നാളായിട്ട് ശ്രദ്ധിക്കാറുണ്ട്. പഠിപ്പിച്ച സമയത്ത് സാറിന്റെ ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഇപ്പൊ ഈ ചന്ദനം കടത്തി നടക്കണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നു? ഞാൻ ഈ ചന്ദനം കടത്തൊക്കെ നിർത്തി വേറെ എന്തേലും പണിക്ക് പോയാലോ എന്ന് ആലോചിക്കോ. നിങ്ങൾ വേറെ എന്തെങ്കിലും പണിക്ക് പോകാനാ? ഈ നാട്ടുകാർക്ക് എല്ലാവർക്കും നിങ്ങളോടുള്ള ഭയമാണ് എന്റെ വിജയം. നീ ഒന്ന് വാടച്ച് ചുമ്മാതിരിക്കായി തന്നെ. കഴിഞ്ഞ ആഴ്ച പോലീസ് ഊരിക്കലിന്റെ നട്ടലൊന്ന് പൊടിച്ചു വന്നതുള്ളൂ. പിന്നെ പക്ഷെ വേറൊരു കാര്യമുണ്ട്. ഫോറസ്റ്റുകാർക്കും പോലീസുകാർക്കും ഇത്രയും കൺഫ്യൂഷൻ ഉണ്ടാക്കിയ ആള് വേറെ ഇല്ല. അവർക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ മാത്രം നിങ്ങൾ അത്രയും എടുക്കണ ഒരു ചന്ദന കടത്തുകാരനാണോ? അയ്യോ അതല്ല, ആദ്യത്തെ ഇടി പോലീസുകാർ ഇടിക്കണോ അതോ ഫോറസ്റ്റുകാർ ഇടിക്കണോ എന്നാ കൺഫ്യൂഷൻ. എന്നിട്ടാ കൺഫ്യൂഷൻ മാറ്റാൻ അവരെന്ത് ചെയ്ത്? ഫോറസ്റ്റുകാരന്റെ കാലിലും പിടിക്കും, പോലീസുകാരന്റെ കയ്യിലും പിടിക്കും. അണ്ട് മുകളിലോട്ട് എറിയും. കമന്ന് വീഴുവാണെങ്കിൽ പോലീസ് ഇടിയും, മലന്ന് വീഴുവാണെങ്കിൽ ഫോറസ്റ്റുകാരും ഇടിക്കും. അപ്പൊ എന്തായാലും നിനക്കൊരു ഇടിയുറപ്പാ. അല്ല നിങ്ങൾക്ക് ഈ ചന്ദനം കടത്തി കിട്ടണ പൈസ കൊണ്ട് എന്ത് ചെയ്യാനാ ഡബിൾ മോഹനന്റെ പ്ലാൻ? നീ ആ കാണുന്ന മല ഉണ്ടോ? ആ മലക്ക് നന്നിന്റെ പേര് ഇതും ചൈതന്യ മല. അയ്യേ എന്റെ പേരൊന്നും ഇടണ്ട. അതെന്താ? പിന്നെ ഈ നാട്ടുകാർ മൊത്തം 2 3 മലക്ക് എന്തിനാ എന്റെ പേര്? ആ മലന്റെ മുകളിലോട്ട് ഞാൻ റോഡ് വിട്ടു. അപ്പൊ ഇനി നാട്ടുകാർക്ക് എല്ലാവർക്കും വണ്ടി പിടിച്ച് 2 പോകാൻ. അല്ല നിങ്ങൾ ആ സാറിന്റെ വീട്ടിൽ ചന്ദനം മോഷ്ടിക്കാൻ പോകാനായിട്ട് എന്ത് പ്ലാനാ ഇട്ടിരിക്കുന്നത്? ഞാനൊന്നും റെഡി ആയിട്ടില്ല. എന്തിനായിട്ടുണ്ടെങ്കിൽ പറ. എനിക്കൊരു ഐഡിയ കിട്ടി. ഞാൻ ആദ്യം ചെന്ന്
ചന്ദനത്തിന്റെ സൈഡ് രണ്ടും മുറിക്കും. എന്നിട്ട് മുകളിലത്തെ ഇലകൾ മുറിക്കും. നിങ്ങൾ തടി മുറിക്കാൻ പോണേണ മുടി മുറിക്കാൻ പോണേണ? ഐഡിയ ഒക്കെ ഞാൻ പറയാം. നമ്മൾ ആ സാറിന് വയറിളക്കാനുള്ള മരുന്ന് കൊടുക്കും. ആ മരുന്ന് കുടിച്ച് സാറങ്ങ് ഹോസ്പിറ്റലാകും. ആ സമയം നോക്കി നമ്മൾ നമ്മുടെ ചന്ദന തടി അങ്ങ് മുറിക്കും. എവിടെയാ കൂട്ടടി? പക്ഷേ ഈ വയറിളക്കത്തിന്റെ മരുന്ന് കിട്ടാനാ പാട്. അതിനൊരു പാടുമില്ലെന്നേ. ഞാൻ ആ മരുന്നേ നേരത്തെ തന്നെ കലക്കി അവിടെ ഒരു കോളയിലാക്കി വെച്ചിട്ടുണ്ട്. ആ